കേരളത്തിന്റെ കുംഭമേളയായ തിരുനാവായ മഹാമാഘ മഹോത്സവത്തിൽ ഭക്തജനങ്ങളുടെ തിരക്ക് തുടരുന്നു. ഇന്ന് സുബ്രഹ്മണ്യ പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. നിള സ്നാനത്തിനുൾപ്പെടെ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. വൈകിട്ട് നിള ആരതിക്ക് താൽക്കാലിക പാലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സമയക്രമം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷഷ്ടിതിഥിയും ഷഷ്ടിവ്രതവും ഉത്രട്ടാതി നാളും ഒരുമിച്ച് വരുന്ന ഇന്ന് സുബ്രഹ്മണ്യ പൂജയോടെയാണ് കുംഭമേളയിൽ ചടങ്ങുകൾ ആരംഭിച്ചത്. ഒരേ സമയം ഗുരുവും സേനാനായകനും യുവരാജാവുമായ സുബ്രഹ്മണ്യൻ ആത്മീയ അന്വേഷിയാണ്. സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നതിലൂടെ ഒരാൾക്ക് ജീവിതത്തിൽ ഈ അവസ്ഥകളെല്ലാം കൈവരിക്കാൻ സാധിക്കുമെന്നും ജ്ഞാനിയും മികച്ച നേതാവും ഐശ്വര്യമുള്ള കുടുംബത്തിന്റെ നാഥനും ആത്മീയപാതയിൽ ഒരു സഞ്ചാരിയുമെല്ലാം ആവാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ബാലസുബ്രഹ്മണ്യൻ, ദണ്ഡായുധപാണി, സുബ്രഹ്മണ്യൻ എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായാണ് പൂജ. ആചാര്യൻ ഉമേഷാണ് മുഖ്യ കാർമ്മികത്വം. അതേസമയം എല്ലാ ദിവസത്തെയും പോലെ ഭക്തർ അതിരാവിലെ മുതൽ നിളാസ്നാനം ആരംഭിച്ചു. അവധി ദിനമായതിനാൽ തിരക്ക് കൂടുതൽ വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈകിട്ട് നടക്കുന്ന നിള ആരതിക്ക് 5 മണിക്ക് മുൻപ് താൽക്കാലിക പാലത്തിലൂടെ സഞ്ചരിച്ച് പുഴയുടെ മധ്യഭാഗത്ത് ഭക്തർ എത്തണമെന്ന് സംഘാടകർ അറിയിച്ചു. കൂടാതെ ഇനിയുള്ള ദിവസങ്ങളിൽ വിവിധ സന്യാസി മഠങ്ങളിൽ നിന്നുള്ളവരും പുണ്യഭൂമിയിലേക്ക് എത്തിത്തുടങ്ങുമെന്നും KSRTC ബജറ്റ് ടൂറിസം സെല്ലും ആന്ധ്രാപ്രദേശ് RTCയും തിരുനാവായയിലേക്ക് സർവീസ് നടത്തുന്നുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. ജനം, തിരുനാവായ.